ഹലോ ഗൈസ്, സാന്ദ്രാസാൻ ബിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് മഹാബലിപുരത്തെ കാഴ്ചകളെ പറ്റിയാണ്. പല്ലവ രാജാവായ മാമല്ലൻ്റെ കാലത്ത് നിർമ്മിച്ച നിർമ്മിതികളാണിത് എന്നാണ് പറയപ്പെടുന്നത്. മാമല്ലപുരം എന്നും ഇതിന് പേരുണ്ട്. ഇവിടെ വരുമ്പോൾ നമ്മൾ ആദ്യമായി കാണുന്നത് ഭീമകാരമായ ഒരു കല്ലിൽ കൊത്തിയുണ്ടാക്കിയ ശില്പങ്ങളാണ്. ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് കല്ല് തുരന്നെടുത്തിട്ടുള്ള ഒരു അമ്പലവും കാണാം. ഇങ്ങോട്ട് വരുന്ന വഴിയുടെ സൈഡിൽ തന്നെയാണ് ഇപ്പോൾ കാണുന്ന ഈ കാഴ്ചകൾ കാണുന്നത്. ഇവിടെ നിന്നും പിന്നെയും കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ കൃഷ്ണ ബട്ടർ റോക്ക് എന്ന് പറഞ്ഞ ഒരു ഭീമൻ പാറക്കല്ല് പാറയിൽ നിന്നും താഴോട്ട് ഇപ്പോൾ വീഴില്ല എന്ന മട്ടിൽ നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. നമ്മുടെ ശ്രീകൃഷ്ണൻ വെണ്ണ തിന്നുകൊണ്ട് പോകുമ്പോൾ ഒരു കഷ്ണം അടർന്നു വീണതാണ് ഈ പാറക്കല്ല് എന്നാണ് സങ്കല്പം. ഏതാണ്ട് 20 അടി ഉയരമുണ്ട് ഈ പാറക്കല്ലിന്. 250 ടൺ ഭാരവുമുണ്ട്. ഈ പ്രദേശം ഏകദേശം ഫുള്ളായിട്ട് പാറകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ 2 പാറകളുടെ ഇടയിലായിട്ട് ഒരു ഗുഹ കാണുന്നുണ്ട്. ഇവിടെ നിന്നും കല്ലുകൾ പാകിയ വഴിയിലൂടെ പുറത്ത് കടന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു ജലസംഭരണി കാണാം. ടാങ്കൊന്നും ഇല്ലാതെ അന്നത്തെ കാലത്ത് പാറ തുരന്ന് വെള്ളം സംഭരിക്കാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു സംഭരണിയാണ് ഈ കാണുന്നത്. സ്റ്റെപ്പ് കയറി ഇതിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം ഇതിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത്. ഇപ്പോൾ ഇതിൽ അഴുക്ക് വെള്ളമാണ്. നല്ല വെള്ളമാണെങ്കിൽ നല്ല സ്ഫടികം പോലെ മനോഹരമായിരിക്കും ഇതിൻ്റെ കാഴ്ച. എത്ര മനോഹരമായിട്ടാണ് ഈ കല്ല് കൊത്തി ഈ സംഭരണി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനടുത്ത് തന്നെ പാല തുറന്ന് മറ്റൊരു അമ്പലവും കാണാം. അതിലും നിറച്ച് ശില്പങ്ങൾ കൊത്തി വച്ചിട്ടുണ്ട്. ഏതാണ്ട് 12-13 നൂറ്റാണ്ടിൽ നിർമ്മിച്ചതെന്നാണ് ഇത് പറയപ്പെടുന്നത്. ഇവിടെ നിന്നും പാറപ്പുറത്തൂടെ നമുക്ക് കുറേ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ഇനി കാണാൻ പോകുന്ന ലൈറ്റ് ഹൗസാണ്. ലൈറ്റ് ഹൗസിലേക്ക് ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. പാറയുടെ പുറം നിരപ്പാക്കി ഒരു റോഡ് പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിലൂടെയാണ് നമുക്ക് നടന്നു പോകേണ്ടത്. ഈ പാറപ്പുറത്തെ വഴിയിലൂടെ കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. ഇവിടെ കാണാൻ വരുന്നവർ രാവിലെ നേരം വരികയാണെങ്കിൽ സൗകര്യമായിരിക്കും. ഉച്ചയായി കഴിഞ്ഞാൽ പാറയുടെ ചൂടും വെയിലിൻ്റെ ചൂടും എല്ലാം കൂടെ സഞ്ചാരികൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ പാറ കണ്ടില്ലേ, അതിൻ്റെ അടിഭാഗം ശകലമേ നിലത്ത് മുട്ടിയിട്ടുള്ളൂ. ഇവിടെ നിന്ന് നടന്നു പോകുമ്പോൾ പിന്നെയും കാണാം തങ്ങി നിൽക്കുന്ന ചെറിയ ചെറിയ പാറക്കല്ലുകൾ.
പാറയിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകളും വെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കുളം കാണാം. പാറ വെട്ടി താഴ്ത്തി തുരന്നുണ്ടാക്കിയ ഒരു കുളമാണ് ഈ പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്നത്. രാജാക്കന്മാർക്കൊക്കെ കുളിക്കുന്നതിനുള്ള കുളമറ്റോ ആയിരിക്കും ഇത്. വിശാലമായി പരന്നു കിടക്കുന്ന ഏക്കർ കണക്കിന് പാറപ്പുറമാണ് ഇവിടെയുള്ളത്. ഇവിടെ നോക്കിയാൽ ദൂരെയുള്ള പട്ടണങ്ങളെല്ലാം നമുക്ക് കാണാം. താഴെ ഒരു സാധാരണ ഒരു കുളവും കാണാം. വളരെ വിശാലമായി കിടക്കുന്ന ഈ പാറപ്പുറത്ത് പാറ തുളച്ചുണ്ടാക്കിയ ഒരു കുളമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇതിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പെല്ലാം ഇവിടെ സൈഡിലായി വെട്ടി വെച്ചിട്ടുണ്ട്. അതെല്ലാം വെള്ളത്തിൽ മൂടി ഒന്നായി കിടക്കുകയാണ്. ഇത് മലയുടെ ഏറ്റവും ഉയരമുള്ള ഭാഗമാണ്. ഇവിടുന്ന് വീണ്ടും നമ്മൾ താഴോട്ട് കല്ലുപാകിയ നിരത്തിലൂടെ നടന്നു പോവുകയാണ്. വഴിനീളെ ഓരോ ഫലകങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ, തമിഴ് ഭാഷകളിലാണിത് സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിയിൽ വീണ്ടും പാറ തുറന്നുണ്ടാക്കിയ ഒരു അമ്പലം കാണാം. അതിന് മുകളിലായിട്ട് വേറൊരു നിർമ്മിതിയും കൂടിയുണ്ട്. ഈ അമ്പലത്തിൻ്റെ തൂണുകളിൽ സിംഹത്തിൻ്റെ രൂപമാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഒരു സിംഹം തലയിൽ ചുമന്നുകൊണ്ട് നിൽക്കുന്ന പോലെയാണ് ഈ അമ്പലം ഇവിടെ കാണുന്നത്. ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും കുറേ ദൂരം നടക്കുമ്പോഴാണ് നമുക്ക് ലൈറ്റ് ഹൗസ് കാണുന്നത്. AD 1900 ആണ്ടിൽ നിർമ്മിച്ചതെന്നതിൽ എഴുതി വച്ചിട്ടുണ്ട്. നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ പടി കയറി മുകളിൽ ചെല്ലുമ്പോൾ ലൈറ്റ് ഹൗസ് കാണാം. ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് മുകൾ ഭാഗത്തേക്ക് ആദ്യകാലങ്ങളിൽ ലിഫ്റ്റ് പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ അത് ക്ലോസ് ചെയ്തേക്കാണ്. വളരെ ഉയരത്തിലുള്ള ലൈറ്റ് ഹൗസിന് മുകളിൽ കയറിയാൽ ചുറ്റുമുള്ള പ്രദേശം മുഴുവൻ കാണാൻ സാധിക്കും. നിർഭാഗ്യവശാൽ ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ്. വീണ്ടും നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോവുകയാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ആ കാണുന്ന പാറപ്പുറത്ത് കാണുന്ന അമ്പലമാണ്. അത് നല്ല ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ അവസാനത്തെ കാഴ്ചയും ആ അമ്പലം തന്നെയാണ്.
ആ അമ്പലത്തിൻ്റെ അടിഭാഗം പാറ തുരന്ന് വീണ്ടും ഒരു അമ്പലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അന്ന് കാലത്തുള്ളവരെ സമ്മതിക്കേണ്ട ഒരു സംഭവമാണ് പാറ തുരന്ന് ഇതുപോലെ മനോഹരമായിട്ട് അമ്പലങ്ങൾ ഉണ്ടാക്കുക എന്നത്. പിന്നെയും പല നിർമ്മിതികളും പൂർത്തിയാക്കാൻ സാധിക്കാതെ കാണപ്പെടുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി ഈ പാറപ്പുറത്തുള്ള അമ്പലത്തിലേക്ക് പോകുന്നതാണ്. ആ പാറയുടെ മുകളിൽ നോക്കിയാൽ നമുക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ മുഴുവൻ കാണാൻ സാധിക്കും. ഈ പാറയിൽ കൊത്തിയുണ്ടാക്കിയ ഒരു അമ്പലമാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ഉൾഭാഗവും തുറന്നുണ്ടാക്കി ഒരു റൂം പോലെ ഉള്ള സംഭവമാണ്. അതിനകത്തേക്ക് കയറാനുള്ള വാതിലും ക്ലോസ്ഡ് ആണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞു. അവിടെ നോക്കിയാലും ഏകദേശം ചുറ്റുമുള്ള പ്രദേശങ്ങൾ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അമ്പലത്തിൻ്റെ ഉൾഭാഗം. ഈ വാതിലും അടച്ചിട്ടിരിക്കുകയാണ്. നമുക്കിതിന് ചുറ്റും നടന്ന് കാണാം. ഇവിടെ നോക്കിയാൽ നമുക്ക് ലൈറ്റ് ഹൗസ് ഫുള്ളായി കാണാം. ഇവിടെ അടുത്ത് തന്നെയാണ് കടൽ. കപ്പൽ സഞ്ചാരികൾക്ക് വഴി കാണിക്കുന്നതിന് വേണ്ടിയുള്ള ലൈറ്റ് ഹൗസാണിത്. ഇത് പണ്ടുകാലത്തെ ഒരു തുറമുഖ നഗരം കൂടിയാണ്. ചെങ്കൽപ്പേട്ട് ജില്ലയിലെ ഒരു പ്രദേശമാണ് മഹാബലിപുരം. ചെന്നൈയിൽ നിന്നും 57 കിലോമീറ്റർ ദൂരമുണ്ട് മഹാബലിപുരത്തേക്ക്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിച്ചു.